ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 24 നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 2013 നടന്ന കേരള അഗ്രോ മെഷീനറി ലിമിറ്റഡിൻ്റെ ഓവർസിയറിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 9ാമത്തെ വീഡിയോ ആണിത്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോകളിൽ നിങ്ങൾക്ക് പാർട്ട് 1 മുതൽ 40 വരെയുള്ള വീഡിയോകൾ നോക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്തതായിട്ട് കാണാം. എല്ലാവരും വീഡിയോസ് കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ 1ാമത്തെ ചോദ്യം ഏതാണ് നോക്കാം. The strength of a riveted lap joint is equal to. ഒരു റിവറ്റഡ് ലാപ്പ് ജോയിന്റിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഷിയർ സ്ട്രെങ്ത്, ബെയറിംഗ് സ്ട്രെങ്ത്, ടിയറിംഗ് സ്ട്രെങ്ത്, ലീസ്റ്റ് ഓഫ് എ ബി ആൻഡ് സി എന്നുള്ളതാണ് ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരു റിവറ്റഡ് ലാപ്പ് ജോയിന്റിന്റെ പ്രത്യേകത എന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റുകൾ സാധാരണ വെൽഡഡ് ജോയിന്റുകളെക്കാളും റിവറ്റഡ് ജോയിന്റിന് സ്ട്രെങ്ത് കുറവാണ്. റിവറ്റഡ് ജോയിന്റുകളിൽ എപ്പോഴും അതിന്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയലിന്റെയും അതേപോലെ തന്നെ അതിന്റെ ഗേജിനെയുമാണ്. ആ പ്ലേറ്റിന്റെ ഗേജിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു ജോയിന്റിന്റെ സ്ട്രെങ്ത് ഉണ്ടാവുക. അപ്പൊ എവിടെയാണോ ലീസ്റ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് വരുന്നത് അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, എപ്പോഴും ഒരു ജോയിന്റിൽ ഫെയിലിയർ സംഭവിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു റിവറ്റഡ് ലാപ്പ് ജോയിന്റുകളിൽ ഷിയർ സ്ട്രെങ്ത്തും ബെയറിംഗ് സ്ട്രെങ്ത്തും അതേപോലെ തന്നെ ടിയറിംഗ് സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാവും. ഈ സ്ട്രെങ്ത്തുകൾ എവിടെയാണോ ലീസ്റ്റ് ആകുന്നത് അവിടെ ആയിരിക്കും ഫെയിലിയർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു റിവറ്റഡ് ലാപ്പ് ജോയിന്റിന്റെ സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് ഷിയറിംഗ് സ്ട്രെങ്ത്തിന്റെയോ അല്ലെങ്കിൽ ബെയറിംഗ് സ്ട്രെങ്ത്തിന്റെയോ ടിയറിംഗ് സ്ട്രെങ്ത്തിന്റെയോ ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എവിടെയാണോ വരുന്നത് അതായിരിക്കും ഒരു റിവറ്റഡ് ലാപ്പ് ജോയിന്റിന്റെ സ്ട്രെങ്ത് ഉണ്ടാവുക. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്പ്രിംഗ് ഹാസ് എ സ്റ്റിഫ്നെസ് ഓഫ് കെ. If it is cut into 2 equal portions, the stiffness of the cut portion of the spring is equal to. അതായത് ഒരു സ്പ്രിംഗ് ഉണ്ട്, ആ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് ആണ് കെ. ആ സ്പ്രിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഈക്വൽ പോർഷൻ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്ത പോർഷന്റെ സ്റ്റിഫ്നെസ് എത്രയായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം സ്പ്രിങ്ങുകൾ 2 രൂപത്തിലുണ്ട്, ഓപ്പൺ കോയിലും അതേപോലെ തന്നെ ക്ലോസ്ഡ് കോയിലും ഉണ്ട്. രണ്ടിനും എന്താണ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞൊരു കോഎഫിഷ്യന്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. എന്താണ് സ്റ്റിഫ്നെസ്? സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്പൺ കോയിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ്ങിലേക്ക് ആക്സിയലി ഒരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ചിലപ്പോൾ അത് ടെൻസൈൽ ആവും, ചിലപ്പോൾ അത് കംപ്രഷൻ ആയിരിക്കും. അങ്ങനെ ആക്സിയലി നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്പ്രിങ്ങിന്റെ റെസ്പോൺസ് ഉണ്ടാവും, അതിനെ ആ ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്പ്രിങ്ങിന്റെ കപ്പാസിറ്റിനെയാണ് അല്ലെങ്കിൽ അതിന്റെ ടെൻഡൻസിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു സ്പ്രിങ്ങിന്റെ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റുകൾ ഉണ്ടാവുക. അപ്പൊ എപ്പോഴും കെ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ സ്റ്റിഫ്നെസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദ സ്പ്രിംഗ് എന്നാണ്. സ്പ്രിങ്ങിന്റെ ലെങ്ത്തിന് ഇൻവേഴ്സ് ആയിട്ടാണ് എന്തുള്ളത്, സ്റ്റിഫ്നെസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്കറിയാം, ഒരു ലെങ്ത്തിലുള്ള ഒരു സ്പ്രിങ്ങിനെ ഈക്വൽ പോർഷൻ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ സ്റ്റിഫ്നെസ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ലെങ്ത് നേർ പകുതിയാകുന്ന സമയത്ത് സ്റ്റിഫ്നെസ് നേരെ ഇരട്ടിയാവുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ അതിനി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കാണാം, കാരണം അതിന്റെ ലെങ്ത് ഹാഫ് ആവുകയാണ്. അങ്ങനെ ലെങ്ത് ഹാഫ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, സ്റ്റിഫ്നെസ് ഇരട്ടിയാവും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2K ആയിരിക്കും. എത്രയാണോ സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്നത് അതിന്റെ ഇരട്ടി ആയിരിക്കും അതിന്റെ ഹാഫ് പോർഷനിൽ ഉണ്ടാവുന്ന സ്റ്റിഫ്നെസ്. ഇപ്പൊ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചെസീസ് ഫോർമുല ഈസ് ഗിവൺ ബൈ. എന്താണ് ചെസീസ് ഫോർമുല എന്നുള്ളതാണ് ചോദ്യം. ചെസീസ് ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഒരു ഓപ്പൺ ചാനലുകൾക്ക് ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസീസ് ഫോർമുല ഉപയോഗിക്കാറുള്ളത്. Chezy's formula is given by V is equal to C root mi എന്നാണ്. അതായത് വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് C root mi. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Chezy's കോൺസ്റ്റന്റ്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് റേഡിയസ്, അതേപോലെ തന്നെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ബെഡ്
അതായത് ആ ചാനലിന്റെ ബെഡിന്റെ സ്ലോപ്പിനെയാണ് ഐ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. എം റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈഡ്രോളിക് റേഡിയസ് ആണ്. ആൻഡ് സി റെപ്രസെന്റ് ചെയ്യുന്നത് ചെസീസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ടർബുലന്റ് ആയിട്ടുള്ള ഒരു ചാനലിന്റെ ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ചെസീസ് ഫോർമുല ഉപയോഗിക്കാം. ചെസീസ് ഫോർമുല എന്ന് പറഞ്ഞാൽ V is equal to C√mi ആണ്. അപ്പോൾ അവിടുത്തെ ഡിസ്ചാർജ് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, Q is equal to AC√mi എന്ന് വരും. അതായത് AV ആണ് ഡിസ്ചാർജ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ചെസീസ് ഫോർമുലയുടെ എന്ത് ചെയ്യുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാനലിന്റെ, ആ ഓപ്പൺ ചാനലിന്റെ ഡിസ്ചാർജ് കിട്ടും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, V is equal to C√mi. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൽഡഡ് ജോയിന്റ് കമ്പയർഡ് ടു എ റിവറ്റഡ് ജോയിന്റ് ഹാസ്. വെൽഡഡ് ജോയിന്റിനാണോ റിവറ്റഡ് ജോയിന്റിനാണോ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക, അതല്ലെങ്കിൽ സെയിം സ്ട്രെങ്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ നമ്മൾ വെൽഡഡ് ജോയിന്റും അതേപോലെ തന്നെ റിവറ്റഡ് ജോയിന്റും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ജോയിന്റുകളും നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് മെറ്റൽ പീസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ റിവറ്റഡ് ജോയിന്റുകളാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലൂടെ എന്ത് ചെയ്യണം, അതിനെ തമ്മിൽ കണക്ട് ചെയ്യാണ്. റിവറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ഒരു ഫോർജിങ് ആണ്. അതിലൂടെ എന്ത് ചെയ്യാണ്, രണ്ട് പാർട്ടുകളെ കണക്ട് ചെയ്യണം. എന്നാൽ വെൽഡഡ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ഹീറ്റിൽ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാണ്, രണ്ട് മെറ്റൽ പാർട്സുകളെ തമ്മിൽ എന്ത് ചെയ്യാണ്, ഉരുക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെൽഡഡ് ജോയിന്റുകൾ ഫോം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ രണ്ട് ഭാഗത്തും ചൂട് ഉണ്ടാക്കിയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് വെൽഡഡ് ജോയിന്റുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ വെൽഡഡ് ജോയിന്റുകൾ നമുക്കറിയാം ഒരു സ്മൂത്ത് ഫിനിഷ് ആണ് എപ്പോഴും തരിക ആസ് കമ്പയർഡ് ടു എ റിവറ്റഡ് ജോയിന്റ്. റിവറ്റഡ് ജോയിന്റിന് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷ് ആയിരിക്കില്ല കിട്ടുക, പക്ഷെ വെൽഡഡ് ജോയിന്റുകൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. അതേപോലെ തന്നെ അതൊരു പെർമനന്റ് ജോയിന്റ് ആണ്. റിവറ്റഡ് ജോയിന്റുകൾ പെർമനന്റ് ജോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ വെൽഡഡ് ജോയിന്റുകൾ എന്താണ്, പെർമനന്റ് ജോയിന്റ് ആണ്. ഒരു സിംഗിൾ പാർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും വെൽഡഡ് ജോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ആക്ട് ചെയ്യുന്നത്. ഇനി സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ വെൽഡഡ് ജോയിന്റുകൾക്കാണ് റിവറ്റഡ് ജോയിന്റുകളെക്കാളും സ്ട്രെങ്ത് കൂടുതൽ. സോ ഇതിന്റെ ആൻസർ മോർ സ്ട്രെങ്ത് എന്നുള്ളതാണ്. വെൽഡഡ് ജോയിന്റ് ഈസ് മോർ സ്ട്രെങ്ത് ആസ് കമ്പയർഡ് ടു എ റിവറ്റഡ് ജോയിന്റ്. ഇനി എല്ലാ കാരണങ്ങൾ കൊണ്ടും കൂടുതൽ എഫിഷ്യൻസി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡ്യൂറബിലിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രെങ്ത് ആണെങ്കിലും ഒക്കെ എന്താണ്, വെൽഡഡ് ജോയിന്റുകൾക്കാണ് അത് കൂടുതലായിട്ടുണ്ടാവുക ആസ് കമ്പയർഡ് ടു എ റിവറ്റഡ് ജോയിന്റ്. എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിലെ എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെൽഡഡ് ജോയിന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ റിവറ്റഡ് ജോയിന്റുകൾ ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്, അതേപോലെ തന്നെ വെൽഡഡ് ജോയിന്റുകൾ ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്. എന്നാലും ഓവറോൾ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ, ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിലോ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈസിനെസ് നോക്കുകയാണെങ്കിലോ ഒക്കെ വെൽഡഡ് ജോയിന്റുകളാണ് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ളത് റിവറ്റഡ് ജോയിന്റുകളെക്കാളും. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലെയിൻ സെക്ഷൻ ബിഫോർ ട്വിസ്റ്റിംഗ് വിൽ റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ട്വിസ്റ്റിംഗ് ഇഫ് ദ ക്രോസ് സെക്ഷൻ ഇസ്. ഒരു പ്ലെയിൻ സെക്ഷൻ, ആ പ്ലെയിൻ സെക്ഷൻ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷവും അതേപോലെ തന്നെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ നമുക്കറിയാമായിരിക്കും, സർക്കുലാർ ആണ്. സർക്കുലാർ പ്ലെയിനുകളാണ് ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ടോർഷൻ സംഭവിച്ചതിന് ശേഷവും അതേ പ്ലെയിൻ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നത് സർക്കുലാർ ക്രോസ് സെക്ഷനുള്ള സെക്ഷനുകളായിരിക്കും. ട്വിസ്റ്റിങ്ങിന് ശേഷവും ട്വിസ്റ്റിങ്ങിന് മുമ്പും ഒരേപോലെ പ്ലെയിൻ സെക്ഷൻ തരുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പിറ്റോ ട്യൂബ് ഈസ് യൂസ്ഡ് ടു മെഷർ. ഒരു പിറ്റോ ട്യൂബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വെലോസിറ്റി അറ്റ് എ പോയിന്റ് എന്നാണ്. നമ്മൾ സാധാരണയായിട്ട് ക്ലോസ്ഡ് പൈപ്പുകൾ കൺസിഡർ ചെയ്യുമ്പോൾ പൈപ്പിൽ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പിറ്റോ ട്യൂബ് എന്നുള്ളത്. പിറ്റോ ട്യൂബ് എന്ന് പറഞ്ഞാൽ അതൊരു എൽ ഷേപ്ഡ് ട്യൂബാണ്. ആ ട്യൂബിന്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറിലോട്ട് തുറന്നിരിക്കുകയായിരിക്കും. അതിന്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിനകത്തേക്ക് ഒരു ഹോളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇത് പൈപ്പിനകത്തേക്ക് ഫ്ലൂയിഡ് ഒഴുകുന്ന ആ ഭാഗത്താണ് അതിന്റെ ഇൻലെറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഇൻലെറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ആ പൈപ്പിനകത്തേക്ക് കയറുകയും ആ പൈപ്പിന് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് എന്തുണ്ടാവില്ല, ആ പൈപ്പിന് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫ്ലൂയിഡ് പിടിച്ചു നിർത്തുകയാണ്, അതല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാണ്. ആ പോയിന്റിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് പറയുക. അവിടെ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രഷർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിറ്റോ ട്യൂബിൽ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു ക്ലോസ്ഡ് ട്യൂബിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് പൈപ്പിൽ നമുക്കറിയാം സാധാരണ പൈപ്പ് ഫ്ലോ, രണ്ട് ടൈപ്പ് ഫ്ലോ ഉണ്ട് അല്ലേ, പൈപ്പ് ഫ്ലോയും അതേപോലെ തന്നെ ഓപ്പൺ ചാനൽ ഫ്ലോയും ഉണ്ട്.
ഇതിൽ ഈ പൈപ്പ് ഫ്ലോയിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വെഞ്ചുറിമീറ്റർ എന്നുള്ളത്. അതേപോലെ തന്നെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മാനോമീറ്റർ. മാനോമീറ്ററുകളാണ് സാധാരണ പൈപ്പിലുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ എ സിംപ്ലി സപ്പോർട്ടഡ് RCC മെമ്പർ ഈസ് പ്ലേസ്ഡ് അറ്റ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബോട്ടം ഫൈബർ ആണ്. നമുക്കറിയാം, ഒരു ബീം എടുക്കുമ്പോൾ ആ ബീമിൽ രണ്ട് സൈഡുകൾ ഉണ്ടാവും, ടെൻഷൻ സൈഡും അതേപോലെ തന്നെ കംപ്രഷൻ സൈഡും ഉണ്ടാവും. നമുക്കറിയാം, ഒരു RCC മെമ്പർ എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെയും അതേപോലെ തന്നെ സ്റ്റീലിന്റെയും ഒരു മിക്സ്ചറാണ്, ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് ശരിക്ക് ഒരു RCC ബീം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കോമ്പോസിറ്റ് മെറ്റീരിയലിൽ നമുക്കറിയാം കോൺക്രീറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആൻഡ് വീക്ക് ഇൻ ടെൻഷൻ ആണ്. ടെൻഷൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുള്ളൂ, കൂടുതലായിട്ടും അതിനെടുക്കാൻ കഴിയുന്നത് കംപ്രഷനാണ്. അപ്പൊ നമ്മളൊരു ബീം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ടെൻഷനും അതേപോലെ തന്നെ കംപ്രഷനും വരാം. അപ്പൊ അതിൽ ടെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീമുകളിൽ നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുക്കുമ്പോൾ അതിൽ നമ്മൾ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ടെൻഷൻ സൈഡ് എന്ന് പറയുന്നത് ലോവർ സൈഡാണ്. അപ്പൊ താഴത്തെ ഭാഗമാണ് കൂടുതൽ സ്ട്രെച്ച് ആവുന്ന പോർഷൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എപ്പോഴും കൊടുക്കുന്നത് എവിടെയായിരിക്കും, താഴത്തെ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ബോട്ടം ഫൈബറിലായിരിക്കും. എന്നാൽ കാന്റിലിവർ ബീമിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. കാന്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഫിക്സഡും അതർ സൈഡ് ഫ്രീയും ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഹോഗിങ് ആക്ഷൻ ആണ് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ താഴെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിന് പകരം മുകളിലാണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ടെൻഷൻ സൈഡ് എന്ന് പറയുന്നത് മുകൾ ഭാഗമാണ്. അതുകൊണ്ട് അവിടെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു. ഒരു കാന്റിലിവർ ബീം ആണെങ്കിൽ ടോപ്പ് ഫൈബറിലാണ് എന്ത് ചെയ്യുക, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ഇൻ RCC കോളം. ഒരു RCC കോളത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം റീഇൻഫോഴ്സ്മെന്റിന്റെ പെർസെന്റേജ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ഒരു RCC കോളത്തിനെ കുറിച്ച് പറയുമ്പോൾ ചില പോയിന്റ്സുകൾ പറയാം. നമ്മൾ RCC കോളം എടുക്കുകയാണെങ്കിൽ, RCC കോളം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺക്രീറ്റും സ്റ്റീലിന്റെയും മിക്സ്ചർ, ആ കോമ്പോസിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് RCC കോളം എന്ന് പറഞ്ഞത്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് കോളം. ഇതിൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മിനിമം 0.8% ആണ് സ്റ്റീല് കൊടുക്കേണ്ടത്. അതായത് ആ ക്രോസ് സെക്ഷന്റെ 0.8% ആണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റീല് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു കോളത്തിൽ, ഒരു RCC കോളത്തിൽ മാക്സിമം പ്രൊവൈഡ് ചെയ്യാവുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 6% ആണ്. 6% കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റീല് ഒരു കോളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. മിനിമം 0.8%, മാക്സിമം 6% ആയിരിക്കണം. ഇനി 6% റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ബാറുകളാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 6% മാക്സിമം ആയിട്ട് വെച്ചിട്ടുള്ളത്. ലാപ്പ് ചെയ്തിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റുകളാണെങ്കിൽ നമുക്കറിയാം, ചിലപ്പോൾ സ്റ്റീൽ എടുക്കുമ്പോൾ ഒരു ഫുൾ ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കോളത്തിന്റെ ഫുൾ ലെങ്ത്തിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ലാപ്പ് ചെയ്യും. അങ്ങനെ ലാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, 4% മാത്രമേ, ക്രോസ് സെക്ഷന്റെ 4% മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് എടുക്കാൻ പാടുള്ളൂ. ഇനി അത് മാത്രമല്ല, ഒരു കോളത്തിൽ എടുക്കുമ്പോൾ സാധാരണയായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മിനിമം ഡയമീറ്റർ ഓഫ് സ്റ്റീൽ ബാർ. ഒരു കോളത്തിൽ മിനിമം ഡയമീറ്റർ ഓഫ് എ സ്റ്റീൽ ബാർ എന്ന് പറയുന്നത് 12 mm ആയിരിക്കും. നമുക്ക് 6 mm മുതലൊക്കെ സ്റ്റീൽ അവൈലബിൾ ആണ്. പക്ഷേ കോളത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ കോളത്തിൽ 12 mm കുറവുള്ള അല്ലെങ്കിൽ 12 mm ഡയമീറ്ററിനേക്കാൾ കുറവുള്ള ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റിറപ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 8 mm ബാറൊക്കെ ഉപയോഗിക്കാം. പക്ഷേ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ 12 mm കുറയാൻ പാടില്ല. ഇനി അതേപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് ബാർ, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള കോളമാണ് എന്നുണ്ടെങ്കിൽ, RCC കോളമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 4 ബാറുകളാണ് ഉപയോഗിക്കുക. എന്നാൽ ഒരു സർക്കുലർ കോളമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 6 ബാറുകളാണ് മിനിമം ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ തമ്മിലുള്ള മാക്സിമം സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യാവുന്നത് 300 mm ആണ്. അതായത് 30 സെന്റിമീറ്ററിലധികം എന്ത് ചെയ്യാൻ പാടില്ല, 2 മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറുകൾ തമ്മിലുള്ള ദൂരം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ എക്സ്ട്രാ ബാർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ്, ഒരു ചെറിയ ചോദ്യമാണ്, എത്രയാണ് മിനിമം റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ 0.8% ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂണിറ്റ് വർക്കിംഗ് പ്യൂർലി ഓൺ
അനൈറോബയോസിസ്. അനൈറോബയോസിസിൽ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അനൈറോബയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, അനൈറോബിക് ബാക്ടീരിയാസ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത്. അനൈറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എയറിന്റെ പ്രസൻസിലല്ലാതെയും ജീവിക്കുന്ന ബാക്ടീരിയകളിലൂടെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ സെപ്റ്റിക് ടാങ്ക് ആണ്. മുൻപത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അനൈറോബിക് ബാക്ടീരിയാസിൽ വർക്ക് ചെയ്യുന്നത് എന്താണ്? സെപ്റ്റിക് ടാങ്ക് ആണ്. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ അർജിലീഷ്യസ് റോക്ക് ഹാവ് ദെയർ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആസ്. ഒരു അർജിലീഷ്യസ് റോക്ക് എടുക്കുകയാണെങ്കിൽ അതിലുള്ള മെയിൻ കണ്ടന്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്കറിയാം, അർജിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ അർജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലേ എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ ക്ലേ കണ്ടന്റ് കൂടിയ റോക്കുകളെയാണ് നമ്മൾ അർജിലീഷ്യസ് റോക്ക് എന്ന് പറയാം. ഇതേപോലെ തന്നെ കെമിക്കലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള മറ്റ് ടൈപ്പ് ഓഫ് റോക്കാണ് സിലീഷ്യസും അതേപോലെ തന്നെ കൽക്കേരിയസും. കൽക്കേരിയസിൽ ലൈമിന്റെ കണ്ടന്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. വേറെ സിലീഷ്യസ് ആണെന്നുണ്ടെങ്കിൽ സിലിക്ക എന്ന് പറയുന്നത് എന്താണ്? സാൻഡ് ആണ്. സാൻഡിന്റെ കണ്ടന്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. അർജിലീഷ്യസ് റോക്കിൽ ക്ലേയുടെ കണ്ടന്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.